വെറും 42 വയസ്സുവരെ മാത്രം ജീവിച്ച ഒരു വിപ്ലവകാരി, ഒരു നാടിന്റെ ഭാഗതയെ മാറ്റിയെഴുതാൻ നേതൃത്വം നൽകിയ ആവേശകരമായ അനുഭവ സാക്ഷ്യത്തിന്റെ പേരാണ് സഖാവ് പി കൃഷ്ണപിള്ള. 20 വർഷത്തോളം നീണ്ടുനിന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനങ്ങൾ. അസാധാരണമായ സംഘടനാ വൈഭവത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റുകാർ പൊതുവിൽ പരസ്പരം സംബോധന ചെയ്യുന്ന പദമായ സഖാവ് എന്നത് ഒരു നേതാവിന്റെ പേരായി മാറിയത് പി കൃഷ്ണപിള്ളയുടെ കാര്യത്തിലാണ്. ഒളിവ് ജീവിതത്തിനിടെ പാമ്പുകടിയേറ്റാണ് അദ്ദേഹം വിട പറഞ്ഞത്. കോട്ടയം ജില്ലയിലെ വൈക്കത്ത് 1906 പി കൃഷ്ണപിള്ളയുടെ ജനനം. ദാരിദ്ര്യം വേട്ടയാടിയ ആ കുടുംബത്തിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം സ്വായത്തമാക്കുവാനേ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നുള്ളൂ. പിന്നീട് തന്റെ 16-ാമത്തെ വയസ്സിൽ ആലപ്പുഴയിൽ കയറത്തൊഴിലാളിയായി ജോലിക്ക് കയറി. അങ്ങനെ പിന്നീട് പലയിടത്തും ജോലി ചെയ്തു. തുടർന്നാണ് 1927 ബനാറസിലേക്ക് എത്തുന്നത്. അവിടെ 2 വർഷം ഹിന്ദി പഠിച്ച് സാഹിത്യ വിശാരദ് പരീക്ഷ എഴുതി തൃപ്പൂണിത്തുറയിൽ ഹിന്ദി പ്രചാരകനായി ജോലിക്ക് പ്രവേശിച്ചു. ഉത്തരേന്ത്യൻ വാസത്തിനിടയിൽ തന്നെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം ഹിന്ദി പ്രചാരകനായത്. പിന്നീട് ഹിന്ദി പ്രചാരണം വിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പൂർണ്ണമായി മുഴുകുകയായിരുന്നു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് എന്നിങ്ങനെ 2 പതിറ്റാണ്ടോളം കേരള രാഷ്ട്രീയത്തെ നയിച്ച വ്യക്തിത്വമായി മാറി പി കൃഷ്ണപിള്ള. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ എല്ലാ സമരങ്ങളിലും നിറസാന്നിധ്യമായിരുന്നു പി കൃഷ്ണപിള്ള. ഉപ്പ് സത്യാഗ്രഹത്തിനിടെ കോഴിക്കോട് കടപ്പുറത്ത് ത്രിവർണ പതാക വിട്ടുകൊടുക്കാതെ നടത്തിയ ചെറുത്തുനിൽപ്പ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഉജ്ജ്വല അധ്യായമാണ്. മർദ്ദനവും ജയിൽവാസവും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. കോഴിക്കോട് സബ് ജയിലിൽ വെച്ചാണ് EMS-ഉം കൃഷ്ണപിള്ളയും ആദ്യമായിട്ട് കാണുന്നത്. അന്ന് ഇടതുപക്ഷ ദേശീയവാദിയായ EMS-നെ കമ്മ്യൂണിസ്റ്റായി വളർത്തിയത് സഖാവാണെന്ന് EMS തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ തന്നെ ചേർത്തത് അന്ന് കല്യാശ്ശേരി അടക്കമുള്ള മലബാറിലെ പ്രദേശങ്ങളിൽ സ്ഥിരമായി എത്താറുണ്ടായിരുന്ന സഖാവാണെന്നും അത് മാങ്ങാട് ശ്രീഹർഷൻ വായനശാലയിൽ വെച്ചായിരുന്നുവെന്നും EK നായനാരും സ്മരിച്ചിട്ടുണ്ട്. സംഘടന കെട്ടിപ്പടുത്തുന്നതിലും സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിലും എതിരാളികളെ നേരിടുന്നതിലും തൊഴിലാളികൾ, കൃഷിക്കാർ തുടങ്ങി സമൂഹത്തിലെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെയും അധസ്ഥിതരെയും സംഘടിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ കഴിവ് ഒന്ന് വേറെ തന്നെയായിരുന്നു. കൂലി, ജീവിത സാഹചര്യം തുടങ്ങിയവയിലെ പരിതാപകരമായ അവസ്ഥ മാറ്റാൻ ചൂഷണത്തിനും മർദ്ദനത്തിനുമെതിരായി മുതലാളിമാരോടും ഭൂപ്രഭുക്കളോടും ഒരു വശത്ത് സമരം നടത്തി. മറുവശത്താകട്ടെ സ്വാതന്ത്ര്യ സമരത്തിൽ അവരെ അണിനിരത്തിക്കൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനും രാജഭരണത്തിനും എതിരായ സമരത്തെ വിപുലമാക്കി. അങ്ങനെ 1930കളുടെ അവസാന കാലത്ത് ഉത്തരവാദ ഭരണത്തിനു വേണ്ടി ആലപ്പുഴയിലെ തൊഴിലാളികൾ നടത്തിയ പണിമുടക്ക് സമരത്തെ നേരിടാൻ സർ CP-യുടെ പോലീസും പട്ടാളവും ആലപ്പുഴ പട്ടണത്തിൽ ഭീകരാവസ്ഥ സൃഷ്ടിച്ചു. അപ്പോൾ ഒരു നാരങ്ങ കച്ചവടക്കാരന്റെ വേഷത്തിൽ പി കൃഷ്ണപിള്ള അവിടെ എത്തി പണിമുടക്കിന് നേതൃത്വം നൽകി. ജനങ്ങൾ കോളറ, വസൂരി തുടങ്ങിയ മഹാദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ അവരെ സഹായിക്കാൻ കൈമേമറന്ന് പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാര്. സംസ്ഥാനത്തെ നവോത്ഥാന ചരിത്രത്തിലെ പ്രധാന ഏടുകളിലൊന്നായ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ 1931 സജീവമായി അദ്ദേഹം പങ്കെടുത്തിരുന്നു. സവർണ മേധാവിത്വത്തെ പ്രകോപിച്ചുകൊണ്ട് അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി മണിമുഴക്കി. സവർണ മേധാവികൾ തങ്ങളുടെ കിങ്കരന്മാരെ വിട്ട് സഖാവിനെ മർദ്ദിച്ചു. ഉശിരുള്ള നായർ മണിയടിക്കും, എച്ചിൽ പെറുക്കി നായർ അവന്റെ പുറത്തടിക്കും എന്ന് കാവൽക്കാരെ പരിഹസിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു പി കൃഷ്ണപിള്ള. അത് നവോത്ഥാന സമര ചരിത്രത്തിലെ അണയാതെ കത്തുന്ന വാക്കുകളാണ്. ആ സത്യാഗ്രഹ സമരത്തിൽ AKG ആയിരുന്നു വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നത്. ക്ഷേത്രങ്ങളിലും ക്ഷേത്രക്കുളങ്ങളിലും പ്രവേശനം നിഷേധിച്ചിരുന്ന പിന്നോക്ക ദളിത് വിഭാഗങ്ങൾക്ക് സ്വാതന്ത്ര്യം സ്ഥാപിക്കുന്നതിനുള്ള പോരാട്ടമായിരുന്നു അത്. പിന്നീട് 1934 കോൺഗ്രസിൽ രൂപം കൊണ്ട കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായി. വർഗസമരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ അദ്ദേഹം ആലപ്പുഴയിലെ കയറുതൊഴിലാളികളെയും കോഴിക്കോട്ടെ കോട്ടമിൻ തൊഴിലാളികളെയും ഓട്ടുതൊഴിലാളികളെയും കണ്ണൂരിലെ ബീഡി നെയ്ത്ത് തൊഴിലാളികളെയും ആറോൺ മിൽ തൊഴിലാളികളെയും മലബാറിലെ കൃഷിക്കാരെയും സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി. എല്ലാ വിഭാഗങ്ങളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുവാൻ കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് ഇറങ്ങേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തിയ നേതാവായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് കേരളത്തിന്റെ നവോത്ഥാന മുന്നേറ്റങ്ങളിൽ ഇടപെടുവാനും അതിന്റെ തുടർച്ചയിൽ വർഗപരമായ വീക്ഷണത്തോടെ സമൂഹത്തെ നയിക്കുവാനും സാധിച്ചത്. ഒളിവിലിരുന്ന് മലബാറിലെ മർദ്ദന പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് 1940 സെപ്റ്റംബർ 15 അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് ശുചീന്ദ്രം ജയിലിൽ അടച്ചു. പിന്നീട് 1942 മാർച്ചിലാണ് വിട്ടയച്ചത്.
തുടർന്ന് കോഴിക്കോട് കേന്ദ്രീകരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം മുഴുകി. 1946 മുതൽ വീണ്ടും ഒളിവ് ജീവിതം. ആ വർഷം ആഗസ്റ്റില് പ്രവർത്തന കേന്ദ്രം ആലപ്പുഴയിലേക്ക് മാറ്റുകയും പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. കേരള ചരിത്രത്തിലെ വിപ്ലവ ഇതിഹാസ അധ്യായമാണ് പുന്നപ്ര വയലാർ സമരം. സമരം പൊട്ടിപ്പുറപ്പെടും മുൻപ് EMSനൊപ്പം ആലപ്പുഴയിൽ സഞ്ചരിച്ച് സമരത്തിന്റെ ആവശ്യകതയെ തൊഴിലാളികളെയും പ്രവർത്തകരെയും പറഞ്ഞു ബോധ്യപ്പെടുത്തി. പിന്നീട് സമരകാലത്ത് ആലപ്പുഴയിലും പരിസരങ്ങളിലും കറുത്തിരുണ്ട ഒരു മെലിഞ്ഞ മനുഷ്യനെ തൊഴിലാളികൾ കണ്ടു. തൊഴിലാളി വർഗം സമരത്തിനിറങ്ങി മോചനമുള്ളൂ എന്ന് അവരോട് സന്ദേശം നൽകിയ നേതാവായിരുന്നു അദ്ദേഹം. പുന്നപ്ര വയലാർ സമരശേഷം ബഹുജന നേതാക്കളെ കൂട്ടത്തോടെ സർസിപിയുടെ പോലീസ് അറസ്റ്റ് ചെയ്ത് തുറങ്കലിൽ അടയ്ക്കുകയും ഭീകരാവസ്ഥ സൃഷ്ടിക്കുകയും പാർട്ടിയെ നിരോധിക്കുകയും ചെയ്തു. ആ വിഷമഘട്ടത്തിൽ തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് ശരിയായ നേതൃത്വം നൽകാനാണ് സഖാവ് ആലപ്പുഴയിലെത്തി ഒളിവിലിരുന്ന് പ്രവർത്തിച്ചത്. തന്റെ 42-ാം വയസ്സിൽ 1948 ഓഗസ്റ്റ് 19 ആലപ്പുഴയിലെ കണ്ണർക്കാട്ടെ ഒളിത്താവളത്തിൽ സർപ്പദംശമേറ്റ് മരിക്കുന്നതിനിടയിലും കൃഷ്ണപിള്ള പെരുമാറിയത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഒരിക്കലും തോൽക്കാത്ത ഇച്ഛാശക്തിയുടെ അഗ്നിനാളമായാണ്. തന്റെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അവസാനം അദ്ദേഹം നോട്ട്ബുക്കിൽ കുറിച്ചു: എന്നെ പാമ്പ് കടിച്ചു, എന്റെ കണ്ണും തലയും ഇരുളുന്നു. വിവരം എല്ലാവരെയും അറിയിക്കുക, സഖാക്കളെ മുന്നോട്ട്. മാർക്സിസം ഏറ്റവും വലിയ മനുഷ്യ സ്നേഹമാണെന്നും സാമൂഹ്യ പ്രവർത്തനത്തിനുള്ള ഉപാധിയാണെന്നും പഠിപ്പിച്ച പി കൃഷ്ണപിള്ള വളർത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബഹുജന വിപ്ലവ പാർട്ടിയായി ഇനിയും കൂടുതൽ വളരും.